ഞങ്ങളുടെ ഈ പാല് പിടിച്ചപ്പോൾ വളരെ വലിയൊരു വാർത്തയായി പറഞ്ഞ പോലെ തന്നെ പർവ്വതീകരിച്ചൊരു വാർത്തയാക്കുകയും അതുപോലെ തന്നെ അത് ഞങ്ങളുടെ ബ്രാൻഡിനെയും ഞങ്ങളുടെ കമ്പനിയുടെ പേരും എവിടേക്കാണ് കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലുമാണ് അത് വാർത്ത പുറത്തു വന്നത്. ഒരിക്കലും ഈ പാല് നമ്മുടെ പ്ലാന്റിൽ എത്തിയതിന് ശേഷം എല്ലാവിധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഞങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ, അത് പാക്കറ്റ് ആക്കാൻ എടുക്കുന്നുള്ളൂ. പക്ഷേ ഈ എവിടെയും അതായത് പാൽ അയച്ച കമ്പനിയെ കുറിച്ച് പറയാതെ പാല് വാങ്ങിച്ച, അതായത് ഏത് കമ്പനിയിലേക്കാണോ പാല് വരുന്നത് അവരുടെ പേരും അവരുടെ ബ്രാൻഡ് നെയിമും ഒക്കെ വെളിപ്പെടുത്തിയത് ആദ്യമായിട്ടാണ്. ഈ മന്ത്രി തന്നെ നേരിട്ട് അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഒരു അപൂർവമായ ഒരു സാഹചര്യമാണ്. അതെങ്ങനെ ഉണ്ടായെന്നാണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിൽമയ്ക്ക് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്ന ഒരു പാൽ ഉൽപ്പന്നങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള രീതിയിൽ ഞങ്ങളെ പരമാവധി ഡിഫെയിം ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് അത്തരത്തിലുള്ളൊരു നാടകമാണ് നടന്നതെന്ന് തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. അതിൽ മന്ത്രിയുടെ പങ്ക് എന്താണ്, മന്ത്രിയെ ആ ഉദ്യോഗസ്ഥർ തെറ്റിദ്ധരിപ്പിച്ചതോ ആണോ എന്നുള്ളത്, അത് അറിവോടുകൂടിയാണോ അറിയാതെയാണോ എന്നുള്ളത് നമുക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഉദ്യോഗസ്ഥരുടെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ ഒരു അജണ്ടയായിരുന്നു അന്ന് നടപ്പിലാക്കിയത്. അതിലൂടെ അവരുദ്ദേശിച്ച പോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരും ആ പ്രശസ്തിയെല്ലാം നശിപ്പിക്കുകയും ഞങ്ങൾക്ക് വളരെയധികം സ്ഥാപനം തന്നെ ഇപ്പോൾ പൂട്ടേണ്ട അവസ്ഥയിലേക്ക് മാറുകയും ഒരുപാട് തൊഴിൽ അവസരങ്ങൾ നൽകിയിരുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ തൊഴിൽ നൽകാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കും നമ്മൾ എങ്ങനെയും അടച്ചു പൂട്ടേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇത് ആർക്കെങ്കിലും വിൽക്കുകയെ നമ്മുടെ മുമ്പിൽ വേറെ മാർഗങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. ഇപ്പോൾ 35 കോടി രൂപയോളം മുതൽ മുടക്കിയാണ് ശരിക്കും ഈ ഒരു ദിവസമല്ല, നമ്മൾ ഇത്രയും കാലയളവിൽ പുതിയതായിട്ട് വരുന്ന മെഷീനുകളും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്തതും ചെയ്തതും എല്ലാം കൂടി ഏകദേശം 35 കോടി രൂപയോളം നമ്മൾ ഈ സ്ഥാപനത്തിന് വേണ്ടി ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ അല്ലാതുള്ള പരാതികൾ ക്ഷീരവികസന വകുപ്പിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ കൊടുത്തിരുന്നു? കാരണം ഒരു സംരംഭമാണ് ഇപ്പോൾ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത്. വ്യവസായ വകുപ്പിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിങ്ങൾ സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഇതിന് പരാതി കൊടുക്കുകയും നീതി വേണമെന്ന് ആവശ്യപ്പെട്ട് സമീപിക്കുകയും ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും ചെയ്തിട്ടുണ്ട്. നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണവും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ നവകേരള സദസ്സിൽ നമ്മൾ ഇതേ സംബന്ധിച്ചുള്ള ഒരു പരാതി എല്ലാം നമ്മൾ ചെയ്ത് അത് പരാതി അവിടെ ആ നവകേരള സദസ്സിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 6 തവണയോളം ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ കാലയളവ് വരെ 6ഓളം നോട്ടീസുകൾ ഹൈക്കോടതിയിൽ നിന്ന് അയച്ചിട്ടുണ്ട്. അതിനൊന്നിനു പോലും മറുപടി പറയുകയോ അല്ലെങ്കിൽ അത് മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ ഈ കേസിനെ ആസ്പദമാക്കി വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കാനോ ഈ ഉദ്യോഗസ്ഥർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ഏകദേശം 1 വർഷത്തോളം ഈ സംഭവം നടന്ന് 1 വർഷത്തോളം ആയിട്ട് പോലും അതിന് ഇത്രയധികം 6 നോട്ടീസുകൾ ചെന്നിട്ട് പോലും അവർക്ക് അതിനൊരു മറുപടി നൽകാനുള്ള ഒരു മര്യാദ പോലും ഒരു ഉദ്യോഗസ്ഥരും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എത്ര കോടി രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്? 25 കോടി രൂപ. 25 കോടി രൂപ. നമ്മൾ ഏകദേശം 8 വർഷത്തോളം 8 വർഷത്തെ അധ്വാന ഫലമാണ് ഇങ്ങനൊരു ബ്രാൻഡ്. അത് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു തെറ്റായ വാർത്ത കൊണ്ട് സ്റ്റാഫിനോടും ഡ്രൈവറോടും അവർ പറഞ്ഞത് നിങ്ങൾ ഈ പാല് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഒഴുക്കി കളയൂ എന്നുള്ള രീതിയിലാണ്. അന്ന് അത് എവിടെയെങ്കിലും ഒഴുക്കി നിങ്ങൾ കളഞ്ഞാൽ അത് അവിടെ തീർക്കാമെന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ സൈഡിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ വന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 100% ഞങ്ങളുടെ പാലിൽ ഉറപ്പുണ്ടായിരുന്നുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് നിയമത്തിൻ്റെ സഹായം തേടിയത്. മന്ത്രി ശ്രീ ചിഞ്ചു റാണി പറഞ്ഞിരുന്നു 6 മണിക്കൂറിന് ശേഷം ഹൈഡ്രജൻ പെറോക്സൈഡ് നീരാവിയായി പോകും, അതുകൊണ്ടാണ് അതിൽ കണ്ടുപിടിക്കാതെ ആ ടെസ്റ്റിൽ കണ്ടുപിടിക്കാതെ ഇരുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് അലിഗേഷൻസ് അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. നമ്മളത് വളരെ വ്യക്തമായി ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ കൊടുത്തിരിക്കുന്ന വിവരാവകാശത്തിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അതിന് അവർ ഇല്ല എന്ന് വളരെ വ്യക്തമായി ഉത്തരവും നൽകിയിട്ടുണ്ട്. നീരാവിയായി പോവുകയില്ല എന്ന് പറഞ്ഞാണ് ഉത്തരം നൽകിയത്. 18ാമത്തെ ക്വസ്റ്റ്യനാണ്, എനിക്ക് നോക്കിയത് മനസ്സിലാവും. ആര്യങ്കാവിൽ ഇത് പിടിച്ചെങ്കിൽ തന്നെ അതിനുശേഷം അത് വലിയ വാർത്തയായി.
അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് ആൾക്കാർക്ക് ഒരു ധാരണയുമില്ല. നമ്മൾ നിയമത്തിൻ്റെ വഴിയിലേക്ക് പോകാൻ ഹൈക്കോടതിയിലുള്ള ഒരു വിശ്വാസം കാരണം നമ്മൾ നിയമത്തിൻ്റെ വഴിയിലേക്കാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. അതുകൊണ്ടാണ് പിന്നീടുള്ള കാര്യങ്ങൾ അറിയാം. ഒരു കോടതിയിലേക്ക് നടക്കുന്ന കേസിനെ കുറിച്ച് ജനങ്ങൾ അറിയണമെന്നില്ല. അത് തന്നെയായിരുന്നു നമുക്കും ഉള്ള ഒരു ബുദ്ധിമുട്ടും. ഈ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ക്രൈം ബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നിയമ നടപടികൾ ഇപ്പോഴും ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ഒക്കെ ഈ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയോ ഇതിന്റെ ഒരു നിജസ്ഥിതി കൊണ്ടുവരണമെന്നുള്ള അന്വേഷണമോ കാര്യങ്ങളോ അതിനകത്ത് ഇപ്പോൾ നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന അറിവനുസരിച്ച് അവർ ക്ഷീരവികസന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ, അതായത് പട്ടത്തുള്ള ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുകയും ആ ഹൈഡ്രജൻ പെറോക്സൈഡ് കലർന്നു എന്നും അവർ ആരോപിച്ച പാല് അവിടെ റിസപ്ഷനിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ആ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ല എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ക്ഷീരവികസന വകുപ്പിൽ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ തന്നെ FSSAയിലെ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ആണ് പിന്നീട് അറിഞ്ഞോ അറിയാതെയോ ഇതിൽ ഭാഗമായിട്ടുള്ള മിനിസ്റ്റർ ശ്രീ ചിഞ്ചു റാണിക്കെതിരെയാണ് നമ്മൾ കേസ് ഇപ്പോൾ നിലവിൽ കൊടുത്തിരിക്കുന്നത്.